ഹായ് ഓൾ, കർണൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കർണൂൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് 5 വയസ്സ് തികയാണ്. ഇത് അവൻ്റെ അമ്മച്ചി കൊണ്ടുകൊടുത്ത പുതിയ ഡ്രസ്സ് ആട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റ്. അതുകൊണ്ട് ഈ പോകുന്നത് അമ്പലത്തിലേക്കാണേ. ഞങ്ങളുടെ വീട് മേലൂരാണ്. അപ്പോൾ മേലൂർ തൊട്ടടുത്ത് തന്നെ ശിവക്ഷേത്രമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ നല്ല മുണ്ട കൊടുത്തതിൻ്റെ ഗെറ്റപ്പിലാണ് കേട്ടോ ആൾ പോകുന്നത്. മുണ്ട കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാക്ക്. അത് കഴിഞ്ഞ് വന്ന് ഇതാ അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സിലേക്ക് കടന്നു കേട്ടോ. ഇതാണ് ബർത്ത്ഡേക്ക് ഞങ്ങൾ വാങ്ങിയ ഡ്രസ്സ്. ചോക്ലേറ്റും ഇതുമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. ഇത് അടുത്തുള്ള അവൻ ആദ്യം പഠിച്ച അംഗനവാടിയിൽ ചോക്ലേറ്റ് കൊടുത്ത് വരുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. പോകുന്നതും കൊടുക്കുന്നതൊക്കെ എന്നോട് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും കാറെടുത്ത് ഇറങ്ങിയിട്ടോ. ഒന്ന് കോഴിക്കോട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇത് അവൻ്റെ സ്കൂളാണേ. സ്കൂളിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആൾ. ഉള്ളിൽ ഫോൺ ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല മക്കളുള്ളതുകൊണ്ട്. അങ്ങനെ നേരെ ഇതാ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തിയിട്ടോ. ഹൈലൈറ്റ് മാളിലെ വിഷ്വസാണ് നിങ്ങൾ ഈ കാണുന്നത്. ആളിങ്ങനെ നിറങ്ങി നടക്കുക. ഓനെ മെയിനായിട്ട് വേണ്ടത് ടോയ് ഷോപ്പാണ്. ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടോയ് ഷോപ്പ് തിരയുന്ന തിരക്കാണ്. ഇതാ നേരെ കിട്ടി. ഇനിയിപ്പോൾ അവിടുന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വരും. ഇതാ ഈ കാറാട്ടോ എടുത്തേ. റിമോട്ട് കൺട്രോളിൻ്റെ എന്താ സ്പോർട്സ് കാർ എന്തോ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാളിതാ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ കഴിഞ്ഞ് മന്തി അൽഫാമും അവനും വേണമെന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞ് നേരെ ഇതാ മൂവിക്ക് കയറി കേട്ടോ. മൂവി എന്ന് പറയുമ്പോൾ ലോക എന്ന് അവന് ഇഷ്ടപ്പെട്ടൊരു ഫിലിമായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നിട്ട് പോകാൻ പറഞ്ഞ് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം അച്ഛൻ വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ നേരെ കയറി കേട്ടോ. അപ്പോൾ ഈ ഷോ ഒരു സ്ഥലത്ത് മാത്രമേ അവിടെ നടക്കുന്നുണ്ടായിരുന്നു, ഹൈലൈറ്റ് മാളിൽ സിഗ്നേച്ചർ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ തന്നെ എടുക്കേണ്ടി വന്നു. ഇതാണ് കേട്ടോ സിഗ്നേച്ചർ തിയേറ്റർ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അത്. അടിപൊളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണെന്ന് അറിഞ്ഞെടുത്തതൊന്നുമല്ല, സാഹചര്യത്തിൽ എത്തിപ്പെട്ടതാണ് അവിടെ. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഷോ നടത്തുന്ന മാതിരിയായിരുന്നു കേട്ടോ. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഷോ ഓടുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇവിടുന്ന് ചെല്ലുന്ന തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചിട്ടാണ് നമ്മളതിൻ്റെ അങ്ങോട്ടേക്ക് കടത്തിവിടാം. അത് കഴിഞ്ഞതാ നല്ല സുഖമായിട്ട് കിടന്ന് കാണുന്നതാണ്. മോൻ കുറേയൊക്കെ ലോഗോ കണ്ടു. പക്ഷേ കുറേയൊക്കെ അവൻ ഈ ബട്ടൺ മേൽ കളിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി തിയേറ്ററാണ്. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് എപ്പോഴും റെഡി ആവുമെന്ന് വെച്ചാൽ എപ്പോഴും ബഡ്ജറ്റ് കൊണ്ട് നമുക്ക് റെഡി ആവില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാം, അത്ര തന്നെ. അത് കഴിഞ്ഞ് ഇതാ നേരെ അതിൻ്റെ അടുത്തുള്ള പ്ലേ സ്റ്റേഷനിൽ പോയി. പ്ലേ സ്റ്റേഷനിലുള്ള ഗെയിമിങ്ങിൻ്റെ ഉള്ളിൽ കയറി കുത്തിരിക്കുകയാണ്. ആൾക്ക് കാർഡ് പ്രസ് ചെയ്യേണ്ടത് അറിയില്ല. അപ്പോൾ അതിന് മുന്നേ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാർഡൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തു. ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോണ്ട് കട്ട് പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അത്യാവശ്യം റൈഡൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന്. ഈ ബൈക്കൊക്കെ ആൾക്ക് അങ്ങനത്തെ ബൈക്കിലൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടന്ന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ ഇളകിയപ്പോൾ ഒന്ന് പേടിച്ചു പോയി. സ്റ്റാർട്ടിങ് കാർഡ് കൊടുത്തപ്പോൾ അത് കഴിഞ്ഞ് നേരെ സ്നോൻ്റെ ഉള്ളിലാണ് പോയിട്ട്. സ്നോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഹസ്ബൻഡ് വന്നില്ല, ഞാനും മോനും കൂടി ഉള്ളിൽ പോയേ. കണ്ടോ ഡ്രസ്സും ഷൂവും ലവും ഒക്കെ ഇട്ട് അവൻ റെഡിയായി. നേരെ ഇതാ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ മൂപ്പരൊക്കെ ഇത് ഹോബി ഇതാട്ടോ. ഈ മഞ്ഞെടുത്ത് എറിയുക, മഞ്ഞിൽ കളിക്കുക, ഇത് തന്നെ മതിയായിരുന്നു. കുറേ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ആശാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇതെടുത്ത് എറിയലും ഇതാക്കലും വേണ്ടിയിട്ട് അത് മേലേന്ന് ഇങ്ങനെ സ്നോ വരുന്നുണ്ട്. ഇപ്പോൾ ആൾ കുറവായിരുന്നു കേട്ടോ, അത്ര വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഞാനും മോനും ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലുള്ളായിരുന്നു. പിന്നെ ഒരു ഫാമിലിയും കൂടി വന്നു, അത്രയേ ഉള്ളായിരുന്നു. പിന്നെ ഇതാ റൈഡൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തിരക്കിലാണ് ആൾ. അതിൻ്റെ ഉള്ളിൽ എന്തോ സ്പോഞ്ചിൻ്റെ എന്തോ റൂമും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയിട്ടുള്ള കളിയാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിലുള്ള കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ ഇഗ്നോ ഹൗസ്. ഇവർക്ക് ഇത് പഠിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ കൂടുതൽ നേരം. അതിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു ക്യാമറാമാൻ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഒരു ഫോട്ടോന് എത്ര 50 റുപ്പീസൊക്കെ ആയിരുന്നു പറഞ്ഞത് അവർ. ഫ്രെയിമും കൂടി ചെയ്തിട്ടൊക്കെ നമ്മൾ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഞാൻ 2 ഫോട്ടോ ഒക്കെ എടുത്തു. മേലെ ഒരു തൂക്കുപാലം പോലുള്ളൊരു എക്സ്പീരിയൻസ്. ഇതിൻ്റെ സൈഡിലൊക്കെ റൈഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്ലൈഡ്സ്. ഇതിൻ്റെ മേലെ നിന്ന് കയറിയിട്ട് താഴെ വരെ ഒലിയുന്ന പോലെ അതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. ഇത് ഞാൻ കുറച്ച് പേടിച്ചു കേട്ടോ. അവനോട് ആദ്യം ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവനെ പോകണം തന്നെ. പക്ഷേ അവനൊരു പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു, താഴോട്ട് ഒലിഞ്ഞ് വരുമ്പോൾ പേടിച്ചു പോകുമെന്നൊക്കെ. പക്ഷേ ആൾ നല്ല സുഖമായിട്ട് തന്നെ പോയി. പക്ഷേ ഞാൻ പോയില്ല കേട്ടോ. മോൻ ഒറ്റയ്ക്കാണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തത്. കണ്ടോ, ആൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. നല്ല ചിരിച്ചും കൊണ്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. കാണുമ്പോൾ നല്ല സുഖമുണ്ട്, പക്ഷേ എനിക്ക് കയറാൻ എന്തോ പേടി. അതൊക്കെ കഴിഞ്ഞതാ നേരെ
വണ്ടി കയറി ഞങ്ങൾ തിരിച്ചു കേട്ടോ. ഹൈലൈറ്റ് മാളിലെ പാർക്കിങ്ങിലതാണ് ഭയങ്കരമായിട്ട് ഇത്ര പേരാ. നമ്മളൊക്കെ എപ്പോഴെങ്കിലും പോകുന്നതുകൊണ്ടായിരിക്കും, ചില ആൾക്കാരൊക്കെ എപ്പോഴും പോകുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല തോന്നും. എന്നാലും നമ്മളെ മോൻ്റെ ബർത്ത്ഡേ ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് കരുതി, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. വൺ ഡേ ഒരു ഫുൾ ഔട്ടിങ് മാതിരി. പിന്നെ നേരെ തിരിച്ച് വരുമ്പോൾ ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞാൽ മലയാപ്പറമ്പിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ അത്. ഇവിടെ കയറി നൈറ്റ് ഫുഡും അടിച്ച്. അപ്പോൾ അച്ഛനോട് എന്തോ പറഞ്ഞ് പിണങ്ങി കിടക്കുകയാണ് കേട്ടോ ആൾ. അതുകൊണ്ട് മുഖമൊന്നും തരാണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുകയും. അത് കഴിഞ്ഞതാ ഫുഡ് എത്തി. 2 പത്തിരിയും ചട്ടിപ്പുട്ടും കേട്ടോ വാങ്ങിയത്. അങ്ങനെ അത് കഴിച്ചിതാ നേരെ വീടെത്തി കളി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.